ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ ലോ ഓഫ് ടോട്ട്സിലെ ജനറൽ ഡിഫൻസസ് അതെന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ജനറൽ ഡിഫൻസസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരാൾ നമുക്കെതിരെ ഒരു കേസ് കൊടുക്കുകയാണ്, ടോട്ടൽ ലോനെ ബേസ് ചെയ്തിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, ആ തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഡിഫൻസ് ക്ലെയിം ചെയ്യണമല്ലോ. നമുക്കെതിരെ ഒരാൾ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫെൻസ് ചെയ്യും. ആ ഡിഫെൻഡ് ചെയ്യണ കാര്യങ്ങൾ ചില സർക്കംസ്റ്റാൻസസിൽ പെടണം. അങ്ങനെയുള്ള ഡിഫൻസിന് മാത്രമേ ഉള്ളൂ നമ്മൾ ലയബിൾ അല്ല എന്ന് പറയുള്ളൂ കോടതി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ജനറൽ ഡിഫൻസസിൽ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഈ ജനറൽ ഡിഫൻസസിൻ്റെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ ആ തെറ്റിൽ നമ്മൾ ലയബിൾ അല്ല. ഈ ജനറൽ ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ, ദെൻ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്, വിസ്മേജർ ഓർ ആക്ട് ഓഫ് ഗോഡ്, പ്രൈവറ്റ് ഡിഫൻസ്, മിസ്റ്റേക്ക്, നെസസിറ്റി, പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ ആൻഡ് ദ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുകയാണ്, നമ്മുടെ സമ്മതം കൊടുക്കുകയാണ്. ആ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ലയബിൾ അല്ല എന്നാണ് ഈ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഓപ്പറേഷന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കൺസെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഡോക്ടർക്ക് സർജറി ചെയ്യാനുള്ളൊരു കൺസെൻറ്റ്. അപ്പോൾ ആ സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ വല്ല മാർക്കോ ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്ടർ ലയബിൾ അല്ല, കാരണം നമ്മൾ ആ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാനുള്ള യാതൊരു അവകാശവും. ദെൻ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. ഇപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാ പ്രിക്വേഷൻസും, അതിലെ അപകടങ്ങളൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ പ്രിക്വേഷൻസും എടുത്തിട്ടുണ്ടാവും. ആ അപകടം ഒഴിവാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ എടുത്തതിന് ശേഷവും അവിടെ ഒരു അപകടം സംഭവിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. ദ നെക്സ്റ്റ് ഡിഫൻസ് ആണ് വിസ്മേജർ ഓർ ആക്ട് ഓഫ് ഗോഡ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഇടപെടലും ഇതിലില്ല. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ അപകടമാണ് ഈ വിസ്മേജറിലുള്ളത്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക വെച്ചാൽ വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇടിമിന്നൽ, ഇങ്ങനെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ഒരാൾക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ ജനറൽ ഡിഫൻസ് എടുക്കാം. അടുത്ത ഫീച്ചറാണ് പ്രൈവറ്റ് ഡിഫൻസ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്വയം ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിലോ എന്ത് സ്ഥലത്തും നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാം. ആ പ്രൈവറ്റ് ഡിഫൻസ് എടുക്കുന്നത് മൂലം വേറൊരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു, അപ്പോൾ ആ അപകടം സംഭവിച്ചാണ് നമുക്കെതിരെ കേസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് ആണ് എടുത്തത്, അതുകൊണ്ട് നമ്മൾ അതിൽ ലയബിൾ അല്ല എന്ന്. അടുത്ത ഡിഫൻസാണ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു അബദ്ധം, ഒരു തെറ്റ്, അതാണ് മിസ്റ്റേക്ക്. നമ്മളൊരു കാര്യം ശരിയാണെന്ന് വിചാരിച്ചിട്ട് ആ കാര്യം ചെയ്തു, പക്ഷെ അതൊരു തെറ്റായിരുന്നു, നമ്മളെ ഉദ്ദേശിച്ച രീതിയിലല്ല അത് സംഭവിച്ചത്. ഇതിനെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ടോർട്ട് ലോയിൽ മിസ്റ്റേക്ക് ഓഫ് ആക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോയും ഒരു ജനറൽ ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു കാര്യം ശരിയാണെന്ന് വിചാരിച്ച് ചെയ്തു, പക്ഷെ അതൊരു തെറ്റായിരുന്നു. ആ തെറ്റ് മൂലം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ലയബിൾ ആണ്. അടുത്ത ഡിഫൻസാണ് നെസസിറ്റി. നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യകതയാണ് നെസസിറ്റി. ഈ നെസസിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലാൻഡിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തീ ആളി കത്തുന്ന ടൈമിൽ അതിൻ്റെ അടുത്ത് കുറച്ച് വീടുകളുണ്ട്. ഈ തീ അണച്ചിട്ടില്ലെങ്കിൽ ആ വീട്ടിലേക്കൊക്കെ ഈ തീ പടർന്നു കയറും. അപ്പോൾ ഈ ലാൻഡിലെ തീ അണയ്ക്കേണ്ട ആവശ്യത്തിനായിട്ട് ഒരാൾ ആ ലാൻഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ തീ അണച്ചു. ഇവിടെ ആ ലാൻഡിൽ കയറുന്നത് തന്നെ ഒരു തെറ്റാണ്, പക്ഷെ അവിടെ ഒരു നെസസിറ്റി ആയിട്ടുള്ളൊരു ആവശ്യം, ആ തീ അണയ്ക്കണം എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകമായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ ആ ലാൻഡിലേക്ക് എൻ്റർ ചെയ്തതുകൊണ്ട് ആ ആൾക്ക് ഒരു ലയബിലിറ്റിയും വരില്ല. ഇതാണ് നെസസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഡിഫൻസ് പ്ലെയിൻറ്റിഫ് ദ റോങ് ഡൂവർ. ഇപ്പോൾ ഒരു പരാതിക്കാരൻ നമുക്കെതിരെ ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ ഈ പ്ലെയിൻറ്റിഫും ഒരു റോങ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തെറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ ഡിഫൻഡൻറ്റും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഇവിടെ ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല. ലാസ്റ്റ് ഡിഫൻസാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഒരു വ്യക്തി അയാൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്,
അപ്പോൾ അയാളൊരു ഡ്യൂട്ടി ചെയ്യാണ്. ആ ഗവൺമെൻറ് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറഞ്ഞ ഡ്യൂട്ടി അയാൾ ചെയ്യുന്ന ടൈമിൽ ഒരു കുറ്റകൃത്യം ചെയ്തു, ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ ലയബിൾ അല്ല. സോ നമുക്കെതിരെ ഒരാൾ ടോർട്ട് ലോയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 8 സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ തെറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ഡിഫൻസ് ക്ലെയിം ചെയ്യാം. അതിൽ നമ്മൾ ലയബിൾ ആവില്ല. ഈ 8 ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും ആ ക്ലാസ്സും കൂടി കണ്ടതിന് ശേഷം മാത്രം എക്സാമിന് അറ്റൻഡ് ചെയ്യുക.